ഈ പിച്ചക്കാരനെ ആരെവിടെ കൊണ്ട് കഴിക്കാനിരുത്തിയത്? അതും ആദ്യ പന്തിയില്. ഇവനൊക്കെ കഴിച്ചില്ലെന്ന് വെച്ച ആർക്കാ ഇവിടെ ഇത്ര സങ്കടം? ഗീത, നിനക്ക് എത്ര വിവരമുണ്ട്? കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് എഴുന്നേറ്റ് പോകാൻ പറയാൻ. അപ്പോഴേക്കും ഗീതയുടെ ഭർത്താവ് അങ്ങോട്ടേക്ക് വന്നു. കാലണ കയ്യിലില്ലാത്ത ഇവനെ കെട്ടിയ നീ ഇവിടെ കിടന്ന് അധികം ഷോ ഇറക്കണ്ട പല്ലവി. ഞാൻ ഊട്ടിയിലുള്ള മിനിസ്റ്ററേക്ക് ഇവിടെ പാർട്ടിക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോഴാ അവളുടെ ഈ ഓട്ടക്കാലന്റെ ഭർത്താവ്. വേണമെങ്കിൽ ആഹാരം പാഴ്സലെടുത്തോണ്ട് പോയി വീട്ടിലോ റോഡിലോ ഇരുന്ന് കഴിച്ചോ. അഭി, ഇത് കൂടുതൽ കേൾക്കാൻ എനിക്ക് വയ്യ. വാ പോവാ. പല്ലവി അതും പറഞ്ഞ് അവിടുന്ന് പോയി. അഭിയും ഒന്നും അവരോട് പറയാതെ അവളുടെ പുറകെ അവിടുന്ന് പോയി. അവിടെ കൂടിയിരുന്നവർക്ക് സംസാരിക്കാൻ ഒരു വിഷയം കിട്ടി. ആരാണിവൻ? അതൊന്നും പറയണ്ട സാർ, അവളുടെ അനിയത്തി പല്ലവിയുടെ ഭർത്താവാ. എന്തോന്ന്? ഒരു 500 കോടി സ്വത്തെങ്കിലും ആ പെങ്കൊച്ചിന്റെ പേരിൽ കാണില്ലേ? അങ്ങനെയുള്ള ആ കുട്ടിയെ ഈ പിച്ചക്കാരൻ തിണ്ടയ്ക്ക് എങ്ങനെ കെട്ടിച്ചു കൊടുക്കാൻ മനസ്സ് വന്നു? അതൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സൈറൺ മുഴക്കി മിനിസ്റ്ററുടെ കാർ വന്നു നിന്നു. അതിൽ നിന്നും തന്റെ ബ്ലാക്ക് കാറ്റ്സ് അകമ്പടിയോടെ മിനിസ്റ്റർ ഇറങ്ങി. ഗീതയും ഭർത്താവും ചേർന്ന് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് സ്വീകരിച്ചു. അവരോട് സംസാരിച്ചു നിൽക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പെട്ടെന്ന് എന്തോ കണ്ട് ഒരിടത്തേക്കായി. എന്താണ്? മിനിസ്റ്റർ കൂടുതൽ അടുത്തേക്ക് ചെന്നതും ആരുടെയും കാഴ്ചയിൽ പെടാതെ അഭിമന്യു അവിടുന്ന് മാറുന്നതാണ് കണ്ടത്. അദ്ദേഹം അഭിയുടെ കയ്യിൽ കയറി പിടിച്ചു. സർ, നിങ്ങളെന്താ ഇവിടെ? അതും ഈ കോലത്തിൽ? ഞാൻ എത്ര കാലമായി നിങ്ങളുടെ ഒരു അപ്പോയിന്റ്മെന്റിനായി നടക്കുന്നു. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. സർ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പല്ലവിയും ഗീതയും ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി. ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് പോലും ഇല്ലാത്ത ഒരുത്തന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ മിനിസ്റ്റർ കാലങ്ങളായി കാത്തിരിക്കുന്നു എന്നോ? ആരാണ് അഭിമന്യു? അവൻ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ എന്തിനാണ് ഊട്ടിയിലേക്ക് വന്നത്? മിനിസ്റ്റർ പോലും ഇത്ര മര്യാദ കൊടുക്കുന്ന അഭി എന്തിനാണ് ഭാര്യ വീട്ടിൽ ഇത്ര അപമാനം സഹിച്ചു കഴിയുന്നത്? അതെല്ലാം അറിയണ്ടേ? തുടർന്ന് കാണൂ. 3 വർഷങ്ങൾക്ക് മുന്നേ ഊട്ടി. ഒരു ദിവസം എവിടെ നിന്നോ അങ്ങോട്ടേക്ക് വന്നിറങ്ങിയ അഭിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു 200 രൂപ മാത്രമാണ്. ഒപ്പം മുഖത്ത് ഒരുപാട് ദുഃഖവും. റോഡ് സൈഡിലെ ഒരു ചെറിയ കടയിൽ അവൻ ഭക്ഷണം കഴിക്കാനായി പോയി. അവൻ്റെ കയ്യിലെ പൈസ വെച്ച് അവൻ അത് മാത്രമേ അഫോർഡ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. പെട്ടെന്ന് അവന് അവൻ്റെ അമ്മയുടെ ഓർമ്മകൾ കടന്നു വന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ അമ്മ മരിച്ചിട്ട് 2 ആഴ്ചയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവനെല്ലാം അവൻ്റെ അമ്മയായിരുന്നു. കുറേ കാലമായി അവൻ്റെ അമ്മ വയ്യാതെ കിടപ്പായിരുന്നു. ചികിത്സയ്ക്കായി ഒരുപാട് പണം ആവശ്യമായി വന്നു. അവൻ പിടിക്കാത്ത കാലുകളില്ല. ആരും സഹായിച്ചില്ല. ചികിത്സ വേണ്ട സമയത്ത് കിട്ടാതെ അവൻ്റെ അമ്മ മരിച്ചു. അവൻ ഒറ്റയ്ക്കായി. അവന് ജീവിതത്തോടും വേണ്ടപ്പെട്ടവരോടുമുള്ള എല്ലാ പ്രതീക്ഷകളും പോയി. അമ്മയുടെ മരണം അവനെ റോഡിലേക്ക് എത്തിച്ചു. ഇന്നിതാ കഴിക്കാനെടുത്ത ഭക്ഷണം പോലും ഇറങ്ങാതെ ആ റോഡ് സൈഡിലെ കടയിൽ കണ്ണുകൾ നിറഞ്ഞ ഒറ്റയ്ക്കാണ് അഭി. നിനക്കറിയോ അവനെ? കട മുതലാളി ജോലിക്കാരൻ പയ്യനോട് ചോദിച്ചപ്പോൾ ഇല്ല എന്നുള്ള മറുപടി കേട്ട് അയാൾ അഭിയുടെ അടുത്തേക്ക് ചെന്നു. അനിയ, വേറെന്തെങ്കിലും കഴിക്കാൻ വേണോ? കടടയ്ക്കാൻ സമയമായി. പെട്ടെന്നാണ് അഭി അമ്മയുടെ ഓർമ്മകളിൽ നിന്നും പുറത്തു വന്നത്. സോറി അണ്ണ. ഇത്രയും പറഞ്ഞ അഭി അവിടുന്ന് എഴുന്നേറ്റ് കൈ കഴുകി. അവന്റെ വിഷമം നിറഞ്ഞ മുഖവും മുഷിഞ്ഞ വേഷവും കണ്ടപ്പോൾ അയാൾക്ക് തന്നെ കഷ്ടം തോന്നി. അനിയ, നിനക്ക് ഊട്ടിയിൽ എവിടെ പോകേണ്ടത്? ഇവിടെ ബന്ധുക്കളോ അറിയാവുന്നവരോ കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടോ? ഇല്ലണ്ണ. പിന്നെന്താ ഇങ്ങോട്ട് വരാൻ കാരണം? അറിഞ്ഞൂടണ്ണ, പെട്ടെന്ന് എന്തോ ആലോചിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ആദ്യം മുന്നിൽ വന്നു നിന്നത് ഊട്ടി ബസ്സായിരുന്നു. അത് കയറിങ്ങ് പോന്നു. എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. ഉണ്ടായിരുന്നത് അമ്മയായിരുന്നു. കുറച്ചു ദിവസം മുന്നേ എന്നെയും ലോകവും വിട്ടുപോയി. എന്തെങ്കിലും ചെയ്യണമെന്നാ. എവിടെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് കൂടണം. ഇവിടെ ആരെയും അറിയാതെ നീ എങ്ങനെ പിടിച്ചു നിൽക്കും? നീ ഇരിക്കേ, ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. തൽക്കാലം ഇവിടെ ഇരിക്കേ, ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കട്ടെ. കഴിച്ചിട്ട് പോയാൽ മതി. അയ്യോ വേണ്ടണ്ണ. കഴിച്ചിട്ട് പോയാൽ മതി. എന്തെങ്കിലും അതിനിടയ്ക്ക് ഓർമ്മ വന്നാൽ ഞാൻ പറയാം. നീ ഇവിടെ ഇരിക്കേ. എന്നാ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാനും സഹായിക്കാം. പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഇങ്ങനെ പറഞ്ഞ അഭി അവിടെ ചെറിയ ജോലിയൊക്കെ ചെയ്തു നിന്ന സമയത്താണ് റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരു BMW കാർ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. ഇത് നേരെ അവൻ എത്ര നേരം എടുക്കും? ഒരു 10 മിനിറ്റ്. മൈ ഫൂട്ട്, നീ വേറെ കാർ വിളിച്ചു വരുത്ത്. എന്നിട്ടാവാ ഇതിന്റെ റിപ്പയർ ഒക്കെ. മാരണം. രവിചന്ദ്രൻ ഇത്രയും പറഞ്ഞ് ചൂടായിക്കൊണ്ട് തന്റെ ഫോണും എടുത്ത് റോഡ് ക്രോസ് ചെയ്യാനായി നടന്നു. എന്നാൽ ഫോൺ നോക്കി ദേഷ്യത്തിൽ നടന്ന രവിചന്ദ്രൻ റോഡ് ശ്രദ്ധിച്ചില്ല. അപ്പുറത്തെ സൈഡിൽ കൂടി ഒരു വണ്ടി അതിവേഗം വരുന്നുണ്ടായിരുന്നു. അത് ഹോൺ അടിച്ചതൊന്നും അയാൾ കേട്ടില്ല. പക്ഷേ ഇത് ശ്രദ്ധിച്ച അഭി വേഗം തന്നെ അവിടുന്ന് ഓടി വന്ന് രവിചന്ദ്രനെ രക്ഷിച്ചു. നൂലിഴ വ്യത്യാസത്തിൽ അയാൾ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വണ്ടി എന്നിട്ടും നിർത്താത്ത സ്പീഡിൽ പോയി. എല്ലാവരും തന്നെ പ്രശംസിക്കുന്നതൊന്നും ഒട്ടും മൈൻഡ് ചെയ്യാതെ ദേഷ്യത്തോടെ തന്നെ അഭി പോയി ആ കടയിലിരുന്നു. ചെറിയൊരു ഉപകാരം ചെയ്താൽ പോലും വലിയ പ്രതിഫലം പ്രതീക്ഷിക്കുന്ന ആൾക്കാരുള്ള സ്ഥലത്ത് അഭി അയാൾക്ക് ഒരു അത്ഭുതമായി തോന്നി. രവിചന്ദ്രൻ അഭിയുടെ അടുത്ത് പോയിരുന്നു. എന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി. അയ്യോ സർ, നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. ഉണ്ട്. നിനക്കും വേണമെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി ആൾക്കാരെ പോലെ കണ്ടു നിൽക്കായിരുന്നു. ആ വണ്ടി എന്റെ ജീവനും കൊണ്ട് പോയേനെ. പക്ഷെ നീ റിസ്ക് എടുത്ത് ഓടി വന്ന് എന്നെ രക്ഷിച്ചു.
നീ ആരാണ്? ഇവിടെ ഊട്ടിയിൽ എവിടെയാ? സാർ പയ്യൻ ആരുമില്ലാത്തവനാ. ജീവിക്കാൻ വഴി തേടി ഇവിടെ വന്നു പെട്ടതാ. എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് നോക്കാമെന്ന് ഞാനും കരുതി. രാവിലെ തൊട്ട് ഇവിടെ കടയിലുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് ഞാനാ പറഞ്ഞത്. സാറ് വന്നത് നന്നായി. അനിയ, എന്നെ രക്ഷിച്ചതുകൊണ്ട് പറയുന്നു കരുതണ്ട. നീ എന്റെ കൂടെ വാ. നിനക്ക് നല്ലൊരു ജോലി ഞാൻ ശരിയാക്കി തരാം. വേണ്ട സർ. നിന്നെ ഞാൻ എന്നാണ് ആദ്യം കാണുന്നത്. പക്ഷെ എന്തോ ഒരു ബന്ധം ഞാനും നീയുമായി ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. നീ എന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് പറയുന്നതല്ല, എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു. സർ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കോ നിങ്ങൾ ആരാണെന്ന് എനിക്കോ അറിയില്ല. നിങ്ങളെ രക്ഷിച്ചുകൊണ്ടാവും ഇങ്ങനെയൊക്കെ പറയുന്നത്. സാറി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നെ വിട്ടേര് സാറേ. അനിയ, ഇദ്ദേഹം നാട്ടിലെ തന്നെ ഏറ്റവും പണക്കാരനായ വ്യക്തിയാ. അദ്ദേഹം വെറും വാക്ക് പറയില്ല. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടടാ. അല്ലെങ്കിൽ നീ എന്തിനാ ഊട്ടിയിലേക്ക് ബസ് കയറിയത്? ഇവിടെ ഇത്രയും കടയുണ്ടായിട്ടും എന്റെ കടയിൽ തന്നെ വന്നത്. എന്തൊക്കെ ആലോചിച്ച് ഇവിടെ ഇരുന്നത് എന്തിനാ? ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ദൈവം പറഞ്ഞയച്ചതാ നിന്നെ. നീ അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാതെ ഇദ്ദേഹത്തിന്റെ കൂടെ ചെല്ല്. താൻ അയാളുടെ കൂടെ പോകുന്നതാണ് ശരിയെന്ന് അബിക്കും തോന്നി. രവിചന്ദ്രൻ അവനെ അയാളുടെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴി അബിയുമായുള്ള സംസാരത്തിൽ നിന്നും രവിക്ക് അവനൊരു MBA കാരനാണെന്ന് മനസ്സിലായി. പെട്ടെന്നാണ് അയാൾ അവന്റെ കയ്യിൽ ഒരു കറുത്ത മറുക് ശ്രദ്ധിച്ചത്. അത് അയാൾ മുൻപ് എവിടോ കണ്ടിട്ടുള്ളതുപോലെ തോന്നി. പക്ഷേ രവിക്ക് പെട്ടെന്ന് അത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. രവിയും അഭിമന്യുവും വീട്ടിലേക്കെത്തി. ഇവന്റെ പേര് അഭിമന്യു. അന്യനാട്ടിൽ നിന്നും വന്നതാണ്. കുറച്ചു മുന്നേ ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഒരു ആക്സിഡന്റ്. എന്റെ ജീവൻ തന്നെ പോകാനുള്ളതായിരുന്നു. ഇയാളാണ് എന്നെ രക്ഷിച്ചത്. അച്ഛാ, അച്ഛനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല മോളെ, എനിക്കൊന്നുമില്ല. അഭിമന്യു ആണ് എന്നെ രക്ഷിച്ചത്. രവികുമാർ ഇത് പറയുമ്പോൾ ഭാര്യയുടെയും രണ്ടാമത്തെ മകളുടെയും മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുക്കുന്നുണ്ടായിരുന്നു. അവരുകൂടി അറിഞ്ഞാണോ ആ ആക്സിഡന്റ് പ്ലാൻ ചെയ്തത്? നന്ദിയുണ്ട്. എനിക്ക് എന്റെ അച്ഛനായല്ല. നിങ്ങൾ ചെയ്ത ഈ സഹായത്തിന് ഞങ്ങൾ തിരിച്ച് എന്തെങ്കിലും ഉപകാരം ചെയ്യണം. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെ ആക്സിഡന്റിൽ നിന്ന് രക്ഷിച്ചില്ലേ എന്തെങ്കിലും സഹായം ചെയ്ത് പറഞ്ഞയക്കായിരുന്നില്ലേ? എന്തിനാ ഇവനെയൊക്കെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്? ഇതേപോലത്തെ ദരിദ്രവാസി കോലമുള്ളവനൊക്കെ എന്തിനാ ഡാഡി വിളിച്ച് വീട്ടിൽ കയറ്റുന്നത്? ഐ കാൻ ട്രസ്റ്റ് ദിസ് കൈൻഡ് ഓഫ് പീപ്പിൾ. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.